രാജ്യത്തെ ഭക്ഷണ ഹോസ്പിറ്റാലിറ്റി മേഖലകൾ നേരിടുന്ന ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരമായി കേന്ദ്ര സർക്കാരിന്റെ നിർണായക തീരുമാനം. പ്രതിസന്ധിയിലായ ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും ഈ നീക്കം വലിയ ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തെ ഭക്ഷണ ഹോസ്പിറ്റാലിറ്റി മേഖലകൾ നേരിടുന്ന ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരമാവുകയാണ് കേന്ദ്ര സർക്കാർ നിർണായക തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. വാണിജ്യാവശ്യങ്ങൾക്കുള്ള LPG വിതരണ വിഹിതം പ്രതിസന്ധിക്ക് മുമ്പുള്ള കാലയളവിലെ അളവിന്റെ 50% വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. വിതരണ ശൃംഖലയിൽ ഉണ്ടായ തടസ്സങ്ങൾ കാരണം പ്രതിസന്ധിയിലായ ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും ഈ നീക്കം വലിയ ആശ്വാസം നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഭക്ഷണ വിതരണ മേഖലയെയും ഹോസ്പിറ്റാലിറ്റി വ്യവസായത്തെയും മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് ഈ വർധനവും നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ LPG വിതരണത്തിലുണ്ടായ കുറവ് കാരണം ഹോട്ടൽ മേഖല വലിയ പ്രതിസന്ധിയായിരുന്നു നേരിട്ടത്. പ്രവർത്തന ചെലവ് വർദ്ധിപ്പിക്കുകയും പാചകവാതകത്തിന്റെ ലഭ്യത കുറയുകയും ചെയ്തത് ചെറുകിട വൻകിട ഭക്ഷണശാലകളെ ഒരുപോലെ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് വിതരണ അളവ് 50% ഉയർത്താൻ സർക്കാർ തയ്യാറായത്. ഇതിലൂടെ വിപണിയിലെ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള വ്യത്യാസം കുറയ്ക്കാനും വിതരണം സുഗമമാക്കാനും സാധിക്കുമെന്നാണ് പെട്രോളിയം മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. ഹോസ്പിറ്റലുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന ലഭിക്കുമെന്നാണ് സൂചന. രാജ്യാന്തര വിപണിയിലെ സാഹചര്യങ്ങളും ആഭ്യന്തര ഉൽപ്പാദനവും വിലയിരുത്തി വരും മാസങ്ങളിൽ വിഹിതം ഇനിയും വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. നിലവിൽ ഭക്ഷണശാലകൾ നേരിടുന്ന അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് കേന്ദ്രം ഈയൊരു നടപടിയും കൈക്കൊണ്ടിരിക്കുന്നത്. ഗ്യാസ് ഏജൻസികൾ വഴി വിതരണ നടപടികൾ വേഗത്തിലാക്കാൻ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ലൈസൻസുള്ള വാണിജ്യ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ തന്നെ സിലിണ്ടറുകൾ ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ തലങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കാനും സാധ്യതയുണ്ട്. ഇതോടെ ഉത്സവ സീസണുകളിലും മറ്റും ഭക്ഷണശാലകൾ നേരിടുന്ന ഇന്ധനക്ഷാമത്തിന് ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് വ്യവസായ രംഗത്തുള്ളവരും കരുതുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.